Hello dear students, how are you all? I hope you all are safe and fine. So today we are going to start a new chapter, Digital Presentation. Unit 5 ആണ് നമ്മുടെ IT-യുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കൂടിയാണ് നമുക്ക് ഈ വർഷം IT-യിൽ പഠിക്കാനുള്ളൂ. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിജിറ്റൽ പ്രസൻറ്റേഷൻ നോക്കാം. Presenting information clearly and effectively is a key skill to get your message or opinion across the audience. Today, presentation skills are highly required in almost every field. Presentation skills include contents as well as flow of presentation. There are a number of advantages of using a presentation prepared with computer. എന്തിനാണ് presentation യൂസ് ചെയ്യുന്നത്? If you want to represent a set of audience regarding a topic, നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടും ഈസി ആയിട്ട് നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റേഷൻസിലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ MS പവർ പോയിൻറ്റിൽ ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് MS ഓഫീസിലല്ല, ലിബ്രെ ഓഫീസിലാണ്. പേര് മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷേ ഏകദേശം എല്ലാ ഫീച്ചേഴ്സും സിമിലറാണ്. ലിബ്രെ ഓഫീസും MS തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ MS ഓഫീസ് റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ്റെ അണ്ടറിലുള്ളതാണ്, അത് പെയ്ഡ് സർവീസാണ്. ലിബ്രെ ഓഫീസ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. എനിവൺ ക്യാൻ ഡൗൺലോഡ് ദ ഫയൽ ഫ്രം ദി ഇൻ്റർനെറ്റ് ആൻഡ് വി ക്യാൻ യൂസ് എനി ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ യുവർ ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ്. ഏത് ടൈപ്പ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമുക്ക് ഈസി ഇൻ്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ, പ്രത്യേകിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ MS ഓഫീസ് അങ്ങനെയല്ല, വി ഹാവ് ടു പേ. നമ്മളൊരു സിസ്റ്റം മേടിച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് അതിൻ്റെ ചെറിയ പേയ്മെൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട് ഓട്ടോമാറ്റിക്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റേഷൻ മെയിൻലി നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കൂടുതൽ ക്ലിയർ ആയിട്ടും ഈസി ആയിട്ടും കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പ്രസൻറ്റേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? റെഗുലർ ടെക്സ്റ്റ്, ലിസ്റ്റ്, ഐറ്റം, ടേബിൾ, ഗ്രാഫിക്സ് എലമെൻറ്റ്, സൗണ്ട് ആൻഡ് വീഡിയോ, ആനിമേഷൻ. ഈ പറഞ്ഞ എന്ത് ഡീറ്റെയിൽസും നമുക്കൊരു പ്രസൻറ്റേഷനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. പ്രസൻറ്റേഷൻ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊരു പ്രസൻറ്റേഷനിൽ ചെയ്യാൻ പറ്റും. പ്രസൻറ്റേഷനിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഓരോ സ്ലൈഡ് ബൈ സ്ലൈഡായിട്ടാണ് ഓരോ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ലൈഡിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രസൻറ്റേഷൻ നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, so presentation is used to present the project proposal in business organizations. Presentation is highly used in teaching and training. The concept that are difficult to explain can be easily presented to the audience in a simple way using any presentation software. വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ സബ്മിഷനോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ മൂവീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ഫിലിംസിലൊക്കെ കണ്ടു കാണും. വലിയ വലിയ പ്രസൻറ്റേഷൻസൊക്കെ നമ്മൾ ഓരോ കമ്പനി ബേസിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ എന്തെങ്കിലും ഒരു ന്യൂ പ്രോജക്റ്റിനെ പറ്റിയുള്ള പ്രസൻറ്റേഷനൊക്കെ അവിടുത്തെ എംപ്ലോയീസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ മൂവീസിൽ കണ്ടു കാണും. അവിടെ അവർ യൂസ് ചെയ്യുന്ന എന്താണ്? പ്രസൻറ്റേഷനാണ്. വലിയൊരു പ്രൊജക്ടറിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇമേജസ് വഴിയും ഓഡിയോ വഴിയും വീഡിയോ വഴിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ബാക്കിയുള്ള സ്റ്റാഫിന്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഈവൻ നമ്മളിപ്പോൾ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഫീൽഡിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഫോർ എക്സാമ്പിൾ പറയുന്നത് ബയോളജി പോലുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഹ്യൂമൻ ബയോളജിക്കൽ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൽ എളുപ്പമായിരിക്കും. നമ്മൾ ഇമേജ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ടീച്ചിങ് പർപ്പസിന് വേണ്ടിയിട്ടും അല്ലാതെയുള്ള ഒരു കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രസൻറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇംപ്രസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ലിബ്രെ ഓഫീസ് സ്യൂട്ട് ഫ്രം ദ ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ. ലിബ്രെ ഓഫീസ് MS ഓഫീസ് പോലെയുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ലിബ്രെ ഓഫീസ്. അതിലുള്ള ഒരു കമ്പോണൻ്റാണ് ദ ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ. ഓക്കെ, സ്യൂട്ട് ഫ്രം ദ ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷനിൽ നിന്നുള്ളതാണ് ലിബ്രെ ഓഫീസ്. ഇറ്റ് ഈസ് ഫ്രീ, ഓപ്പൺ സോഴ്സ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ബൈ ലാർജ് കമ്മ്യൂണിറ്റി ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ. ഫ്രീ ആണ്, നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. വി ക്യാൻ യൂസ് അറ്റ് എനി ടൈം ഇഫ് യു ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദി ഇൻ്റർനെറ്റ്. ഓക്കെ, you can create presentation using text, graphics and animations for class lectures, corporate training and invited talk. The presentation created in LibreOffice Impress can be opened in other presentation softwares like MS PowerPoint. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ലിബ്രെ ഓഫീസിലാണെങ്കിലും സെയിം പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നമുക്ക് MS ഓഫീസിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കോമ്പാറ്റിബിലിറ്റി ഈ ലിബ്രെ ഓഫീസിനുണ്ട്. സംഭവം ഓപ്പൺ സോഴ്സ് ആണ്.
ഫ്രീ ആണ്. പക്ഷെ അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ള പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിലും ഓപ്പൺ ചെയ്ത് കാണാം. ഓക്കെ. Using Impress, we can read MS PowerPoint presentation and its templates. We can also open any Impress presentation in MS PowerPoint, but with a slightly different look and feel. LibreOffice Impress runs on Windows, Linux and Mac OS. It may look slightly different on operating system. അതായത് MS ഓഫീസിൽ ചെയ്യുന്നത് ലിബ്രെ ഓപ്പൺ ചെയ്യാം, ലിബ്രെ ഓഫീസിൽ ചെയ്തത് MS ഓഫീസിൽ ഓപ്പൺ ചെയ്യാം. പക്ഷേ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ചെറിയ ചെറിയ ഡിഫറൻസ്, എന്തെങ്കിലും ഓപ്ഷൻസിലുള്ള പേര് അല്ലെങ്കിൽ ഓപ്ഷൻസ് വരുന്ന മെനു എവിടെയാണോ അങ്ങനെയുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ ഇത് തമ്മിലുള്ളൂ. പക്ഷേ ഇതെല്ലാം എല്ലാ OSലും വർക്ക് ചെയ്യും, വിൻഡോസിലും ലിനക്സിലും മാക്കിലും ഒക്കെ വർക്ക് ചെയ്യും വിത്ത് സ്ലൈറ്റ് ഡിഫറൻസ്. ബട്ട് എൻ്റെ വർക്കിംഗ് ഈസ് ദ സെയിം കമ്പയർഡ് വിത്ത് ദി എനി അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെങ്കിലും സോഫ്റ്റ്വെയർ ഏതാണെങ്കിലും വർക്കിംഗ് സെയിം ആണ്, പക്ഷേ സ്ലൈറ്റ് ഡിഫറൻസ് ഈസ് ദെയർ ബിക്കോസ് ദേ ആർ ഡിഫറെൻറ്റ് ഇൻ ദെയർ ബാക്ക്ഗ്രൗണ്ട് ആർക്കിടെക്ചർ. ഓക്കെ, ഓപ്പൺ ഓഫീസിൻ്റെയും MS ഓഫീസിൻ്റെ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോഗ്രാമിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ആ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നത്. അല്ലെങ്കിൽ ചെയ്യുന്ന കണ്ടൻറ്റും സ്റ്റെപ്സും ഒക്കെ സിമിലറാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് എനി പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഓൺ യുവർ കമ്പ്യൂട്ടർ which means and you have an internet connection, then you can easily use the presentation software. അതായത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. But in a particular situation, we have to present a presentation using any of the software in a meeting. നമ്മുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു പ്രസൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്യണം. പക്ഷെ ആക്ച്വലി നിങ്ങളുടെ ലാപ്പിലോ ഫോണിലോ ഒന്നും ഈ PPTക്കുള്ള സോഫ്റ്റ്വെയർസ് ഇല്ല. പക്ഷേ അതൊരു പ്രോബ്ലമേ അല്ല. ഇഫ് യു ഹാവ് ദി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഓൺലൈൻ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർസ് ആർ സോ മെനി ആർ ദെയർ. ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. ആർക്കാണോ പ്രസൻറ്റേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത് അവർക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് MS Office 365 PowerPoint, Google Presentation or Microsoft SkyDrive PowerPoint are available to make your presentation. These are the software available under the cloud platform in the internet. എന്താണ് ക്ലൗഡ് പ്ലാറ്റ്ഫോം? നമ്മൾ ഓൺലൈനിൽ ഡേറ്റാസ് സേവ് ചെയ്യുന്നത്, ഡേറ്റാസ് റീഡ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി കൂടുതൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലൗഡ്. ഓൺലൈനിൽ നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒരു ക്ലൗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലൗഡിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് എടുക്കുന്ന സർവീസുകളുണ്ട്, ഫ്രീ സർവീസുകളുണ്ട്. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ, ഈ മേഘം എന്ന മീനിങ് തന്നെയാണ് ഇതിനും. ഒരു മേഘം പോലെ വിർച്വലി നമ്മൾ സേവ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേണ്ട സമയത്ത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ക്ലൗഡിൽ നിന്ന് ഇതുപോലെ നമുക്ക് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ നമുക്ക് പെട്ടെന്ന് ഒരു സോഫ്റ്റ്വെയർ വഴി പ്രസൻറ്റേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇൻ LibreOffice Impress, an effective presentation can be created by using different multimedia elements. The text editing and formatting such as bold, colors, text alignment, borders, drawing, etc. of presentation in Impress uses the same commands and options as that of writer and cut. ലിബ്രെ ഓഫീസിൽ, ഓപ്പൺ ഓഫീസിൽ നമ്മുടെ MS ഓഫീസ് പോലെയുള്ള എല്ലാ സോഫ്റ്റ്വെയർസും ഉണ്ട്. നമ്മൾ MS ചെയ്യുന്ന എല്ലാ ഫോർമാറ്റിങ്ങും നമുക്ക് ഈ സെയിം ലിബ്രയിലും ചെയ്യാൻ പറ്റും. ഈ ഓപ്പൺ ഓഫീസിൽ, ലിബ്രെ ഓഫീസ് ഇംപ്രസിലോ, റൈറ്റർ ആണെങ്കിലും ശരി, കാൽക്കുലേഷൻ ആണെങ്കിലും എന്താണെങ്കിലും MS ഓഫീസിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയറിലെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഒരു ഗുഡ് ക്വാളിറ്റി പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ഉള്ള characteristics എന്തൊക്കെയാണ് നോക്കാം. So the characteristics of a good quality presentation. Okay, a good quality presentation is required to convey the message clearly to the audience. നമ്മൾ എന്തിനാണ് പ്രസൻറ്റേഷൻ ചെയ്യുന്നത്? To convey a message to the audience. So while we are creating a presentation, we have to make the presentation in such a way that the content must be clear, easier and easy to convey to the audience. Audience-ന് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. So the first point is number of lines. നമ്മളൊരു സ്ലൈഡിൽ ഒരു മിനിമം സ്ലൈഡിൻ്റെ സൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ MS ഓഫീസിലൊക്കെ. ആ സ്ലൈഡിൽ നമ്മൾ ഒരുപാട് ലൈൻസ് ഇൻക്ലൂഡ് ചെയ്താൽ ഇപ്പോൾ ഓഡിയൻസിന് അത് റീഡബിൾ ആയിരിക്കില്ല. ഓക്കെ, ഒരുപാട്
ലൈൻസ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, അതിൻ്റെ ഫോണ്ട് സൈസ് കുറയും. അപ്പം നമ്മൾ ഒരു 5 to 8 ലൈൻസൊക്കെ ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഒരു പേജിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്. അതിൽ കൂടുതലുള്ള ഈ 5 to 8 ലൈൻസ് അല്ലാത്ത ഒരുപാട് ലൈൻസ് കൊടുത്താൽ ഫോണ്ട് സൈസ് ചെറുതാവും, അത് ബാക്കിലിരിക്കുന്നവർക്കൊന്നും റീഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ എപ്പോൾ പ്രസൻറ്റേഷൻ ചെയ്താലും നമ്പർ ഓഫ് ലൈൻസ് ഷുഡ് ബി മിനിമം ഇൻ എ സ്ലൈഡ്. ട്രൈ ടു ഇൻക്ലൂഡ് 5 to 8 ലൈൻസ് പെർ സൈഡ്. ഒരു സ്ലൈഡിൽ 5 to 8 ലൈൻസ് വെച്ചിട്ട് വേണം കണ്ടൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് എന്താ, നമ്മൾ ഈ കാണുന്ന വേർഡിൻ്റെ ലെറ്റേഴ്സിൻ്റെ സൈസാണ് ഫോണ്ട് സൈസ്. അത് ചെറുതായാൽ നമുക്കത് റീഡബിൾ ആയിരിക്കില്ല. മിനിമം നമ്മളൊരു 32 അല്ലെങ്കിൽ 32 മോർ ദാൻ 32 വാല്യൂസൊക്കെയാണ് എന്തിന് സ്ക്രീനിൽ ഫോണ്ട് സൈസിന് സെലക്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വായിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ നോക്കണം. അതായത് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദി റൂം സൈസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദി ഓഡിയൻസ്. നമ്മൾ ഏത് സൈസ് റൂമിലാണ്, ഇപ്പോൾ ചെറിയ റൂമിൽ ഒരു 10 people ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ പ്രസൻറ്റേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 28 to 30 സൈസൊക്കെ റീഡബിൾ ആയിരിക്കും. അല്ലാതെ വലിയ ഹാളിൽ നമ്മൾ വലിയ പ്രൊജക്ടറൊക്കെ വെച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ കൊണ്ടുപോയി 14, 12 സൈസൊക്കെ ഇട്ടാൽ അത് റീഡബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എവിടെയാണോ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഫോണ്ട് സൈസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മിനിമം 32 ഒക്കെയാണ്, 32 ആൻഡ് മോർ പോയിൻറ്റ്സ് ആണ് നമ്മൾ പ്രസൻറ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ദ ഓഡിയൻസ് ക്യാൻ ഈസിലി റീഡ് ദി കണ്ടൻറ്റ്, അതർവൈസ് ദേ ക്യാൻ ബി റീഡബിൾ. നെക്സ്റ്റ് പോയിൻറ്റ് ഷുഡ് ബി കറക്റ്റ് യൂസ് ഓഫ് ഗ്രാമർ ആൻഡ് ലാംഗ്വേജ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്സോ ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ എന്താ, ഇറ്റ് ഷുഡ് ബി ഓക്വേർഡ് വൈൽ കൺസിഡറിങ് വിത്ത് ദ ഓഡിയൻസിനോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടും മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ സ്പെല്ലിംഗ് ചെക്കിങ്ങും ഗ്രാമർ ചെക്കിങ്ങും ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ കെയർഫുള്ളി വി ഹാവ് ടു പ്രസൻറ്റ് ദി കണ്ടൻറ്റ്സ്. അതർവൈസ് ഇറ്റ് ഷുഡ് ബി ബിക്കം എ ബാഡ് പ്രസൻറ്റേഷൻ. ഇറ്റ് വിൽ ലീഡ് ടു ദ ബാഡ് ഇംപ്രഷൻ ഓഫ് ദി ഓഡിയൻസ് ഓൾസോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കത്തുമില്ല, അവർക്കൊരു ബാഡ് ഇംപ്രഷനോ പ്രസൻറ്റേഷൻ ചെയ്ത ആളെ പറ്റിയും ഒരു ബാഡ് ഇംപ്രഷനോ പ്രസൻറ്റേഷനെ പറ്റിയും ഒരു മോശം സജഷൻസ് അവിടെ വരും. അപ്പോൾ നമുക്കത് പാടില്ല. നമ്മളെപ്പോഴും ക്ലിയറായിട്ട് തെറ്റൊന്നും കൂടാതെ വേണം ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ. നെക്സ്റ്റ് വൺ ഈസ് ഇൻസേർട്ടിങ് ഇമേജസ്, ഡ്രോയിങ്സ്, ടേബിൾസ് ഓർ ഗ്രാഫ്സ്. So try to avoid inserting more than 2 graphics in any slide. Inserting too many graphics becomes confusing for the audience. നമ്മളൊരു സ്ലൈഡിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എന്ത് ഗ്രാഫിക്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇമേജസ് ആവാം, ഡ്രോയിങ്സ് ആവാം, ടേബിൾസ്, ചാർട്ട്സ്, ഇനി ഓഡിയോ സ്ലൈഡിൻ്റെ അകത്ത് ഒരു സ്മോൾ വീഡിയോസൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ ഒരു സ്ലൈഡിൽ തന്നെ എല്ലാ ഗ്രാഫിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഇറ്റ് വോണ്ട് ബി ഗുഡ്. അത് ഓഡിയൻസിനും കൺഫ്യൂസിങ് ആയിരിക്കും. പ്രസൻറ്റ് ചെയ്യുമ്പോഴും അതിനൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം 1-2 ഗ്രാഫിക്സ് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. കണ്ടൻറ്റ് എപ്പോഴും ക്ലിയർ ആയിട്ട് ഓഡിയൻസിന് കാണാനും പറ്റണം, കൺവേ ചെയ്യാനും പറ്റണം. അതിനുവേണ്ടി ഒരുപാട് ഗ്രാഫിക്സ് ഇൻക്ലൂഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ് ടു ദി ഓഡിയൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് കളേഴ്സ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കളർ, നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കളർ ഫോണ്ട് തന്നെ കൊടുത്താൽ അത് വായിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഓൾവേസ് വി ഷുഡ് റിമെമ്പർ 2 things in your mind while you are creating the presentation. The background should be light and humble. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഫോൺ കളേഴ്സ് എന്ന് പറയുന്നത് ഡാർക്ക് കൊടുക്കുക, ബ്ലാക്കോ മെറൂണോ അങ്ങനെ എന്തെങ്കിലും ഡാർക്ക് കളേഴ്സ് ഫോണ്ടിന് കൊടുക്കുക. അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ അത് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് പോലും വായിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. അതുകൊണ്ട് എപ്പോഴും ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് കളർ ഫോണ്ട് വേണം എപ്പോഴും കൊടുക്കാൻ. അതായിരിക്കും ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ റീച്ചബിൾ ആയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു സെയിം കളർ തന്നെ, ഇപ്പോൾ നമ്മൾ റെഡ് എന്ന് പറയുന്ന കളർ തന്നെ ഇഫ് യു ആർ കണ്ടിന്യൂ ദ സെയിം റെഡ് കളർ ത്രൂ ഔട്ട് ദി എൻറ്റയർ സ്ലൈഡ് ഇറ്റ് വിൽ ബി വോണ്ട് ഗുഡ്. ഓക്കെ, നമ്മൾ ഒരേ കളറ് എല്ലാ സ്ലൈഡിലും കണ്ടിന്യൂസ്ലി സെയിം ഫോണ്ട് തന്നെ ഇങ്ങനെ കുറേ ലൈൻസ് മാത്രം വെച്ച് കൊടുത്താലും അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കണ്ടൻറ്റ് ഡാർക്ക് കളറിൽ കുറച്ച് ലൈൻസ്, അതിൻ്റെ കൂടെ ഒരു ഇമേജ്, എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. then it will be more comfortable and more easy to convey. Okay, so consider the factor that which color will be more comfortable for the human eyes to see. Use different colors somewhere in between the presentation to show the importance of words. അപ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീനിൽ പല കളേഴ്സ് യൂസ് ചെയ്യാം, ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് പല കളർ യൂസ് ചെയ്യാം. പിന്നെന്താണ്,
ഐക്ക് പറ്റുന്ന രീതിയിലുള്ള ഡാർക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്യുക. അല്ല ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള യെല്ലോ തന്നെ വെച്ച് എല്ലാം എഴുതിയുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ, അത് നമുക്ക് വായിക്കാൻ പറ്റില്ല, കണ്ണിനും സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ചെയ്യരുത്. നെക്സ്റ്റ് വൺ ഈസ് ആനിമേഷൻ ആൻഡ് വീഡിയോസ്. ഡു നോട്ട് ഇൻക്ലൂഡ് മോർ ദാൻ വൺ ആനിമേഷൻ ഓർ വീഡിയോ ഇൻ വൺ സ്ലൈഡ്. നേരത്തെ പറഞ്ഞ ഒരു സ്ലൈഡിൽ ഒന്നിലധികം വീഡിയോസും ആനിമേഷനും ഒന്നും ഇൻക്ലൂഡ് ചെയ്യുക, അത് നമുക്ക് ഓഡിയൻസിന് ബോറിംഗ് ആയിരിക്കും. ഓക്കെ, ഇൻക്ലൂഡിങ് മോർ ദാൻ വൺ വിൽ ഓവർലാപ്പ് ദി സൗണ്ട്സ് ആൻഡ് മേ കോസ് കൺഫ്യൂഷൻ ടു ദ ഓഡിയൻസ്. ഒന്നിലധികം ഉണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെ ലാസ്റ്റത്തെ കണ്ടൻറ്റ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, പിന്നെ അത് കൂടുതൽ കൺഫ്യൂസിങ് ആവത്തേ ഉള്ളൂ ഓഡിയൻസിന്. അപ്പോൾ അതും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ലൈഡിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വൃത്തിയായിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക. ദെൻ പേ അറ്റൻഷൻ ടു ടാർഗറ്റ് ഗ്രൂപ്പ്. ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഏത് ടൈപ്പ് ഓഡിയൻസിനെയാണോ, സോ വിച്ച് കാറ്റഗറി ഓഫ് പീപ്പിൾ വി ആർ അഡ്രസ്സിങ്, ഇറ്റ് ഈസ് നെയിംഡ് എസ് ടാർഗറ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതിക്ക് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യുന്ന പ്രസൻറ്റേഷന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ഓഫ് പീപ്പിളെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ ചേഞ്ചസ് വരുത്തണം. ഓക്കെ, so while creating the presentation, give attention to meet the requirements of the target audience. Focus on the contents, sequence of the topics in such a way that it makes a flow to attract the attention of the audience from the objectives. Otherwise, the audience might be lost. For example, if you include a video of or animation of 5 minutes, it will divert the attention of the audience and the whole objective of the presentation may be lost. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഓഡിയൻസിനെ അതിലേക്ക് ശ്രദ്ധ നമുക്ക് പിടിച്ചു നിർത്തണം. അപ്പോൾ നമ്മൾ ഒന്നിലധികം വീഡിയോസ് കൊണ്ടുവന്ന് ശ്രദ്ധ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഒരു വീഡിയോ അതൊരു 5 മിനിറ്റ് കൂടുതൽ ലെങ്ത്തുള്ള വീഡിയോസ് ഒന്ന് പ്രസൻറ്റേഷനിൽ കൊണ്ടുവന്ന് ആരും ശ്രദ്ധിച്ചിരിക്കില്ല. ഇപ്പോൾ 2 മിനിറ്റ്സോ 1.5 മിനിറ്റ്സൊക്കെ ഡ്യൂറേഷനുള്ള ചെറിയ ഓഡിയോസും വീഡിയോസൊക്കെ കാണിക്കാം. ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുക. എപ്പോഴും കണ്ടൻറ്റ് കൺവേ ചെയ്യുന്നുണ്ടോ, ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വേണം ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ലിബ്രെ ഓഫീസ്. ലിബ്രെ ഓഫീസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? നമ്മുടെ സ്റ്റാർട്ട് ഓപ്ഷൻ ബട്ടൺ ഉണ്ടല്ലോ, സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് ലിബ്രെ ഓഫീസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, ഓപ്പൺ ചെയ്യുക. അതല്ല ഉബുണ്ടുവിലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഉബുണ്ടു ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വിൻഡോസ് തന്നെയാണ് നമ്മുടെ OS, അതിൽ ലിബ്രെ ഓഫീസ് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഈ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ. ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒന്നിലെ ലിബ്രെ ഓഫീസ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഈ കോർട്ടാനയിൽ സെർച്ച് കൊടുക്കുക, നമുക്ക് ലിബ്രെ ഓഫീസ് ഇംപ്രസ് എന്ന് സെർച്ച് ചെയ്യുക, അപ്പോൾ ആ ഓപ്ഷൻ വരും, ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് പാർട്സ് ഓഫ് ഇംപ്രസ് വിൻഡോ. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലിബ്രെ ഓഫീസ് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഹോം പേജ് ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, ഇതിൽ ഇത്രയും കണ്ടൻസ് MS ഓഫീസിലോ തന്നെയുള്ള സെയിം കണ്ടൻസൊക്കെ തന്നെയാണ്. മെനൂസ്, ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്, സ്ലൈഡ് ഷോ, ടൂൾസ്, വിൻഡോ, ഇത്രയും മെനൂസ് ഉണ്ട്. ബാക്കിയുള്ള ഫോർമാറ്റിങ്ങിനും ഡിസൈനിങ്ങിനൊക്കെ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഓരോ സ്ലൈഡും എടുക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു വിൻഡോ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്ന സ്ലൈഡ് ഓരോന്നും ഇവിടെ 1 by 1 ആയിട്ട് വരും. ഇനി ഓരോ സ്ലൈഡിൻ്റെയും ഇതാണ് നമ്മുടെ വർക്കിംഗ് ഏരിയ. ഏത് സ്ലൈഡിലാണോ നമ്മൾ ചെയ്യുന്നത് ആ സ്ലൈഡ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡായിരിക്കും ഈ സെൻറ്റർ പൊസിഷനിൽ ഇങ്ങനെ വലുതായിട്ട് കാണുന്നത്. ഇവിടെ ടൈറ്റിൽ കൊടുക്കുക, here we can write the contents or we can insert the images or something like that. We can insert in this area. This is the title area. Okay, ഇനി ഓരോ കണ്ടൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടൈറ്റിൽ ബാർ. Okay, it contains the name of the presentation file with extension, not the extension. The extension of OpenOffice Impress will be .odp. ഈ പ്രസൻറ്റേഷൻ്റെ എക്സ്റ്റൻഷൻ ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് കണ്ടു, ഈ അൺടൈറ്റിൽഡ് 1, ഇവിടെയാണ് നമ്മുടെ ടൈറ്റിൽ വരുന്നത്. ഓക്കെ, വിത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ എക്സ്റ്റൻഷനോട് കൂടി അവിടെ പേര് വരും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി LibreOffice Impress ടൈറ്റിൽ ബാർ വിൻഡോ. വിൻഡോ മാനിപ്പുലേഷൻ ബട്ടൺസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി റൈറ്റ് കോർണർ. ദീസ് ആർ മിനിമൈസ്, മാക്സിമൈസ്, റീസ്റ്റോർ ആൻഡ് ഇതാണ് ഫസ്റ്റ് മൈനസ് സിമ്പിളാണ് മിനിമൈസ് ബട്ടൺ, ഇത് മാക്സിമൈസ് ബട്ടൺ, ഇത് ക്ലോസ് ബട്ടൺ. ഇതാണ് നമ്മുടെ ഏറ്റവും മുകളിലുള്ള ബാറിൽ കാണുന്നത് ടൈറ്റിലും പിന്നെ നമ്മുടെ ഈ പറയുന്ന മാനിപ്പുലേഷൻ ബട്ടൺസാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മെനു ബാർ. It contains the menus with logically grouped commands. All the commands required to create the presentation are found here. Various menus are as under. ഈ കാണുന്നതാണ് നമ്മുടെ മെനു ബാർ. കണ്ടോ,
ഇത്രയും മെനൂസാണ് നമ്മുടെ മെനു ബാറിൽ. ഇതിൽ ഓരോന്നും നമ്മൾ ഓരോന്നിങ്ങനെ കാണും. ഇതാണ് മെനു ബാർ. ഇത് ടൈറ്റിൽ ബാർ ആൻഡ് മാനിപ്പുലേഷൻ ഏരിയ. First menu is the file menu. So file menu is used to perform basic operations on the presentation. നമ്മുടെ ഫയൽ ബേസിക് ഓപ്പറേഷൻസ് ആയ സേവിങ്, ഓപ്പണിങ്, ക്രിയേറ്റിംഗ് ന്യൂ വൺ, ദീസ് ആക്ഷൻസ് ക്യാൻ ബി ഡൺ വിത്ത് ദി മെനു കോൾഡ് ഫയൽ. ഫയലിലാണ് ആ മെനൂസ് എല്ലാം ഉള്ളത്. ഒരു ഫയൽ, നേരത്തെയുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുന്നത് സേവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫയൽ മെനുവിലാണ്. നെക്സ്റ്റ് വൺ ഈസ് എഡിറ്റ്. എന്തായിരിക്കും എഡിറ്റ്? കണ്ടെയ്ൻസ് ദ ഫങ്ഷൻസ് ഓഫ് കോപ്പിയിങ്, കട്ടിങ് ആൻഡ് പേസ്റ്റിംഗ് ടെക്സ്റ്റ് സെഗ്മെൻറ്റ്സ്. ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഡിറ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം, കട്ട് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉള്ളത് ഏത് മെനുവിലാണ്? എഡിറ്റ് മെനുവിലാണ്. നെക്സ്റ്റ് വൺ ഈസ് വ്യൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വിൻഡോ വ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്. ഡിഫറെൻറ്റ് വ്യൂ ടൈപ്സ് ആർ സെലക്റ്റഡ്, സൂമിങ് എക്സെട്ര ആൻഡ് ഫോർ ആഡിങ് ടു ബാസ്. വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു വിൻഡോ കാണുന്നത്, അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യൂ എന്ന് പറയുന്ന മെനുവിൽ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. സൂം ചെയ്യാം അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻസേർട്ട്. ഇതാ if you want to insert various type of objects like tables, shapes, text box and charts into a presentation, we can use this insert option. ഇപ്പോൾ ഇൻസേർട്ട് എടുക്കുമ്പോൾ തന്നെ എന്ത് ടേബിൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ചോദിക്കും. ടേബിളാണോ, ചാർട്ടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിക്ചറാണോ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് മെനുവിൽ ചെന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഫോമാറ്റ്. ഇതാണ് കണ്ടെയ്ൻസ് ദ ഫങ്ഷൻസ് ഫോർ ടെക്സ്റ്റ് ഫോമാറ്റിംഗ്. കളറ്, സൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഫോമാറ്റിലുണ്ട്. സ്ലൈഡ് എന്നാണ് യൂസ് ടു ഇൻസേർട്ട് ന്യൂ സ്ലൈഡ്, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡോ ഡിലീറ്റ് സ്ലൈഡ്. പുതിയ സ്ലൈഡ്, അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിലീറ്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം സ്ലൈഡ് എന്ന് പറയുന്ന മെനുവിലുണ്ട്. നെക്സ്റ്റ് വൺ സ്ലൈഡ് ഷോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ലൈഡ് ഷോ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡ് ഷോ. അപ്പോൾ ഇറ്റ് ഈസ് എ ടൂൾ ഫോർ വ്യൂയിങ് പ്രസൻറ്റേഷൻസ്. ടൂൾസ്, ദേ ആർ യൂസ് ടു കൺട്രോൾ സ്പെല്ലിംഗ് ഇൻ എ പ്രസൻറ്റേഷൻ. ടൂൾസിൽ സ്പെല്ലിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂൾസ് എന്ന് പറയുന്ന മെനു ഉള്ളത്. നെക്സ്റ്റ് വൺ വിൻഡോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വ്യൂയിങ് ഓൾറെഡി ഓപ്പൺഡ് പ്രസൻറ്റേഷൻ. ഓൾറെഡി ഓപ്പൺ ചെയ്ത പ്രസൻറ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ. ഹെൽപ്പ്. ഇറ്റ് ഈസ് യൂസ് ടു സീ ദ ഹെൽപ്പ് ഓഫ് എനി ടോപ്പിക് ഓൺ ഇംപ്രസ്. ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് നമുക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ബട്ടണിൽ നോക്കാം. മാക്സിമം ഡീറ്റെയിൽസ് അതിൽ കാണും. അല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈൻ സൈറ്റിൽ ചെന്നാൽ നമുക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കിട്ടും. നെക്സ്റ്റ് വൺ വേരിയസ് ടൂൾ ബാർ. ഏതൊക്കെയാണ് വേരിയസ് ടൂൾ ബാർ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. ഈച്ച് മെനു ഓഫ് ദ മെനു ബാർ ആർ പ്ലേസ്ഡ് ഹിയർ ആസ് ഐക്കൺസ് ഫോർ എവറി ഓപ്പറേഷൻ. നമ്മുടെ മെനു ബാർസ് നിൽക്കുന്നില്ല, ആ ഏരിയയാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് ടൈപ്പ് മെനൂസ് എല്ലാം പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ. നെക്സ്റ്റ് വൺ സ്ലൈഡ് പെയിൻ. വെർട്ടിക്കൽ പെയിനും ഉണ്ട്, ഹൊറിസോണ്ടൽ പെയിനും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പേജസ് മൂവ് ചെയ്യിക്കാനും സ്ലൈഡ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡ് പെയിൻ ഉള്ളത്. ഓക്കെ, as you click on particular slide, that slide will be displayed on larger size in middle of the window. Now you can modify and make required changes and or remove. നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ കുറേ സ്ലൈഡ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് 1 by 1 ആയിട്ട് വരും. അതിൽ ഏത് സ്ലൈഡാണ് സെലക്ട് ചെയ്യുന്നത് അത് നമ്മുടെ വർക്ക് ഏരിയയിൽ വലുതായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ബാക്കിയുള്ളവരെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡ് പെയിൻ. വർക്ക് സ്പേസ് എന്താണ്? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന സ്ലൈഡ് ഏതാണോ ആ സ്ലൈഡ് മാത്രം സെൻറ്റർ പോർഷനിൽ വന്നിട്ട് ഡിസ്പ്ലേ ആവുന്ന ഏരിയയാണ് വർക്ക് സ്പേസ്. ഓക്കെ, അവിടെ നമുക്ക് ടെക്സ്റ്റ്, ഇമേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സ്ലൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ സ്ലൈഡ്. ദെൻ സ്ലൈഡ്, ദിസ് ഈസ് ദി ഇൻ ദി ലെഫ്റ്റ് പാർട്ട് ഓഫ് ദി വിൻഡോ displays presentation slides in the thumbnail form. The pane can be closed and opened if you click on the slide pane command in the view menu. നമ്മൾ ആഡ് ചെയ്തിടുന്ന എല്ലാ സ്ലൈഡും വന്ന് കിടക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ഏരിയ ഉണ്ടല്ലോ, അതാണ് സ്ലൈഡ്സ്. 1 by 1 ആയിട്ട് സ്ലൈഡ് എല്ലാം വരും. ആ പെയിൻ നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാം. ക്ലോസ് ചെയ്താൽ വളരെ ചെറുതായിട്ട് പോകും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓരോ സ്ലൈഡ്സിനും കണ്ടെടുത്ത് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് ആ ഓരോ സ്ലൈഡിനും വേണ്ട എഡിറ്റിങ്ങോ ആഡിങ്ങോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും സ്ലൈഡ് പെയിൻ ഉണ്ടെങ്കിൽ. അത് ക്ലോസ് ചെയ്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടി വരും ഓരോ സ്ലൈഡ് ഏതൊക്കെയായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ഓരോന്ന് ഏതൊക്കെയാണ് 1 by 1 ആഫ്റ്റർ വരുന്നതെന്ന്. നെക്സ്റ്റ് വൺ ടാസ്ക് പെയിൻ. ടാസ്ക് പെയിൻ ഈസ് ഓൺ ദി റൈറ്റ് പാർട്ട് ഓഫ് ദി വിൻഡോ. ടാസ്ക് പെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 5 components. All components are not open as you start this pane. You need to select the relevant object to open it. ടാസ്ക് പെയിൻ ഏറ്റവും റൈറ്റ് സൈഡിലുള്ളൊരു ഏരിയയാണ്. നമ്മൾ അതിൽ ഏതൊക്കെയാണോ ഓപ്പൺ ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഓപ്ഷൻസ് അത് ഡിസ്പ്ലേ ചെയ്യിക്കും. അല്ലെങ്കിൽ അതവിടെ ഒരു സൈഡിലിങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യം, നമുക്ക് സ്ലൈഡ് കണ്ടില്ലേ, ഓരോ സൈഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി വിൻഡോ കണ്ടില്ല, അതാണ് ടാസ്ക് പെയിൻ. നെക്സ്റ്റ് വൺ മാസ്റ്റർ പേജസ്.
You can modify the base architecture of slide. You can make the presentation base and the common style for all slide using this. These are few default slide master pages available in the Impress. അതായത് മാസ്റ്റർ പേജ് എന്ന് വെച്ചാൽ നമ്മളൊരു മാസ്റ്റർ പേജിൽ കുറേ കാര്യങ്ങളും ഫോമാറ്റുകളും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഈ സെയിം സെറ്റിങ്സ് വീണ്ടും ഏതെങ്കിലും സ്ലൈഡിൽ വേണമെങ്കിൽ ആ മാസ്റ്റർ പേജ് എടുക്കുന്നത് കോപ്പി ചെയ്താൽ മതി. മാസ്റ്റർ പേജ് എപ്പോഴും ഇറ്റ് വിൽ ബി ലൈക്ക് ഇൻടാക്ട്. നമ്മൾ കൊടുത്ത സെറ്റിങ്സ് എല്ലാം അങ്ങനെ തന്നെ അതേ ഫോമാറ്റിലിരിക്കുന്നതാണ് മാസ്റ്റർ പേജ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലേഔട്ട്. യു ക്യാൻ പ്രിപ്പയർ യുവർ ഓൺ ലേഔട്ട് ആൻഡ് കീപ് ദീസ് സേഫ് ഫോർ ഫ്യൂച്ചർ യൂസിങ് ദിസ് സോഫ്റ്റ്വെയർ. ലേഔട്ട് എന്ന് വെച്ചാൽ ലേഔട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങളും ഫോമാറ്റുകളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും. അതെപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്ന പ്രസൻറ്റേഷനിൽ കാണാം. നമുക്ക് റിപ്പീറ്റ് ആയിട്ട് സെയിം സെറ്റിങ്സ് വേണ്ട, ഈ ലേഔട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ലേഔട്ട്. നേരത്തെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടി പ്രിപ്പയർ യുവർ ഓൺ ഫോമാറ്റ്സ് ഫോർ ദ സ്ലൈഡ്. പിന്നെ വരുന്നതാണ് ടേബിൾ ഡിസൈൻ. ദിസ് ഗീവ്സ് സ്റ്റൈൽസ് ഫോർ ക്രിയേറ്റിംഗ് ടേബിൾസ്. നമുക്ക് പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും ടേബിൾ ഓഫ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ടേബിളിൽ നിന്ന് ടേബിൾ എടുക്കുക, കണ്ടൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടേബിൾ റോസും കോളംസും ഒക്കെ ആഡ് ചെയ്തിട്ട് പ്രസൻറ്റേഷനിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വൺ കസ്റ്റം ആനിമേഷൻ. നമ്മൾ ആനിമേഷൻ ചെയ്യാറില്ലേ, ടെക്സ്റ്റിനും ഡ്രോയിങ്സിനും ഒക്കെ നമുക്ക് ആനിമേഷൻസ് മൂവിങ് എഫക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റം ആനിമേഷൻ. അത് പുതിയത് വേണമെങ്കിൽ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ആനിമേഷൻസിൽ നിന്ന് ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വൺ സ്ലൈഡ് ട്രാൻസിഷൻ. ഓരോ സ്ലൈഡ് ഫസ്റ്റ് സ്ലൈഡ് കഴിഞ്ഞ് സെക്കൻഡ് സ്ലൈഡ് വരുന്നതിന് ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് കൊടുക്കുന്നതിനും സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡ് ട്രാൻസിഷൻ. ഓൾറെഡി അതിലുണ്ട്, നമ്മൾ അതിൽ ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുറേ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ദർ ആർ ടു മെനി ready-made alternatives available. You can also modify features like speed of transition, sound effects, automated transition, etc. Already അതിലുണ്ട്. If you need to add some changes to that particular transition, we can modify that one by our own using custom animation or custom transition. Next one, drawing toolbar. എന്തെങ്കിലും ഡ്രോയിങ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ വർക്ക് നമുക്ക് സ്ലൈഡിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ടൂൾബാറിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. Then insertion point. It is a location of the cursor where your text will appear as you type anything. നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ല, കേഴ്സർ വരുന്ന പോർഷനാണ് ഇൻസേർഷൻ പോയിൻറ്റ്. ആ കേഴ്സർ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയിട്ട് കണ്ടൻറ്റ് അവിടെ ലൊക്കേഷൻ മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇതെപ്പോഴും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കേഴ്സർ. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാറ്റസ് ബാർ. ഇറ്റ് ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ അബൌട്ട് ദി ആക്റ്റീവ് പ്രസൻറ്റേഷൻ, the current position of the cursor and the zoom slider. It can be adjusted according to the user preferences. Status bar can be turned off in the view menu by selecting the status bar command. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽസ് എവിടെയൊക്കെയാണെന്ന് സ്റ്റാറ്റസ് ബാർ കാണാൻ പറ്റും. കേഴ്സർ എവിടെയാണ്, സ്ക്രോൾ ബാർ എവിടെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് ബാർ. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ വ്യൂ ഓപ്ഷനിൽ ചെന്നിട്ട് സ്റ്റാറ്റസ് ബാർ ഓഫ് ചെയ്തിട്ടാൽ മതി, അപ്പോൾ അത് കാണാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. സൂം കൺട്രോൾ എന്തിനാണ്? If you want to zoom a particular slide or a picture, we can use zoom control. കഴിഞ്ഞ് കഴിയുമ്പോൾ സൂം ഔട്ട് ചെയ്യാം സ്ലൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ അതിൻ്റെ കമ്പോണൻസ് ഉള്ളത് ഓഫീസ് വിൻഡോയുടെ. ഇനി ഒരു ഓഫീസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതാണ്. എങ്ങനെയാണ് ക്ലോസ്? ഒന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും മുകളിലുള്ള ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മെനുവിൽ നിന്ന് എക്സിറ്റ് കൊടുക്കുക. അതും അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് ഷോർട്ട് കട്ടായ Alt plus F4 or Control plus Q. You can use either of these shortcut in order to quit or exit from the LibreOffice window. Otherwise, you can use the close button on the top right corner of the window. ഏറ്റവും മുകളിൽ റൈറ്റ് കോർണറിലുള്ള വിൻഡോ ബട്ടൺ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ്. അതർവൈസ് എക്സിറ്റ് ഫ്രം ദി മെനു ബട്ടൺ, ഫയൽ മെനുന്ന് എക്സിറ്റ് കൊടുക്കുക, ബട്ട് ആ വിൻഡോ ക്ലോസ് ആവും. ഓക്കെ, ഇത്രയാണ് ഇതിലെ ബേസിക് കാര്യങ്ങൾ. സോ ടുഡേ വി ക്യാൻ സ്റ്റോപ്പ് വിത്ത് ദിസ്. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ സീ ഹൗ ടു ക്രിയേറ്റ് എ പ്രസൻറ്റേഷൻ യൂസിങ് ദി LibreOffice. So today we are winding up with this session. Thank you children. Thank you so much and take care. Bye bye.